എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയ വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു AI ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ചാറ്റ് ബോട്ടാണ്. നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു ചാറ്റ് ബോട്ടാണ്. ഇത് പട്ടയഭൂമിയിലെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചറിയാനും അതിൽ നിന്നുള്ള ഉത്തരങ്ങൾ അത് മനസ്സിലാക്കി തരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാറ്റ് ബോട്ടാണിത്. ഒരു ടെസ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാറ്റ് ബോട്ട് ഇതൊരു AI ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ആ AI ടൂള് ഒരെണ്ണം നിർമ്മിച്ച് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തെടുത്തു, ഒരു നിയമം മാത്രമായിട്ട്. ഏകദേശം ഒരു 5-6 പേജ് ഉള്ള ഒരു വിവരങ്ങൾ അതിനെ പഠിപ്പിച്ച് അതിനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചാറ്റ് ബോട്ട് ഉപയോഗിക്കുന്നതെന്നാണ്. പട്ടയം റെഗുലറൈസേഷനാണ്, കോൺട്രാവെൻഷൻസ് എങ്ങനെ റെഗുലറൈസ് ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. അതിന് ഇവിടെ വെബ്സൈറ്റ് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് YegeshBee.de ആണ്. ഇത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ തന്നെ YegeshBee എന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ. അപ്പോൾ ആദ്യം തന്നെ YegeshBee എന്ന് പറയുന്ന വെബ്സൈറ്റ് വരും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വരുന്നതാണ്. ഈ ഹോം പേജിൽ മുകളിൽ ഇങ്ങനെ ഹോം, ഡോക്യുമെൻ്റ്, ടൂൾസ്, വീഡിയോസ്, മോഡൽസ്, ബ്ലോഗ്, സൈറ്റ് മാപ്പ്, അഡ്മിൻ, അങ്ങനെ മെനുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടൂൾസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ടൂളുകൾ ഉപയോഗിക്കാമെന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ടൂൾസ് വരും. ഞാൻ ഈ പറയുന്ന AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് മൊബൈലിലാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു പുതിയ AI സഹായി എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഐറ്റം ഉണ്ട്. അവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒട്ടുമിക്ക നിയമങ്ങളെ പറ്റിയുമുള്ള ഒരു ചാറ്റ് ബോട്ട് നിർമ്മിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പട്ടയഭൂമി AI സഹായി എന്ന് പറഞ്ഞിട്ടാണ്. പട്ടയഭൂമി ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ, അപ്പോൾ മൈക്ക് ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിലായതുകൊണ്ട് ഇതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഏത് ചോദ്യം ചോദിച്ചാലും അത് കൃത്യമായിട്ട് ഉത്തരം തരുമെന്ന് മാത്രമല്ല, മൊബൈൽ വഴിയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അത് മലയാളത്തിൽ പറഞ്ഞു തരും, നമ്മളോട് സംസാരിക്കും. പക്ഷേ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതായതുകൊണ്ട് തന്നെ മലയാളത്തിനൊന്നും ഒരു കൃത്യമായൊരു ക്ലാരിറ്റി ഒന്നുമില്ല. അത് നിങ്ങൾ ക്ഷമിക്കുക, അത് ഭാവിയിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കേസ് ഉള്ളത്, നമ്മളൊരു ഈ AI മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം 14,000 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കാൻ കഴിയുന്നത് ഒരു ദിവസം. പക്ഷേ അതിൽ 1 മിനിറ്റിൽ ലിമിറ്റ് ഉണ്ട്. ഇതൊരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ 1 മിനിറ്റിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന API റിക്വസ്റ്റ് എന്ന് പറയുന്നത് 30 എണ്ണമാണ്. അപ്പോൾ 30 എണ്ണം കഴിയുമ്പോൾ ഒരു മെസ്സേജ് അവിടെ കാണിക്കും. അതായത് നമ്മുടെ ആ ഒരു പരിധി കഴിഞ്ഞു, ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാൻ ഒരു മെസ്സേജ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവായിട്ട് എല്ലാവരും അത് ഒന്ന് ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനൊരു ചോദ്യം ടൈപ്പ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വോയിസ് മെസ്സേജ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ ഒരു ബട്ടൺ, അതായത് നമ്മുടെ സ്പീക്കർ ബട്ടൺ ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട് ആ സ്പീക്കർ ബട്ടൺ അവിടെ സംസാരിക്കും, ഈ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും. അപ്പോൾ എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് വന്നു. അടുത്ത ചോദ്യം ചോദിക്കാം. അപ്പോൾ അടുത്തായിട്ട് ഇതിന് ഫീസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രയാണ്, അതിൻ്റെ വിവരങ്ങൾ തരാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ മറുപടി തയ്യാറാക്കാം. നമുക്കിങ്ങനെ കാണാം അത് ആലോചിക്കുന്നു, നമ്മൾ കൊടുത്ത ആ ഇൻപുട്ട് പ്രകാരം ആലോചിക്കുന്നു. അപ്പോൾ ഫീസുണ്ട്, അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് വെബ്സൈറ്റ് വഴിയാണ് ഇതിന് അപേക്ഷ നൽകുന്നത് എന്നൊക്കെ തരും. അപ്പോൾ AI അതിൻ്റെ ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ മറുപടി തരുന്നത്.
ഗാമ എന്ന ഒരു API ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. 1 മിനിറ്റ് മാത്രമാണ് നമുക്ക് 1 മിനിറ്റ് 30 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക. അപ്പോൾ അവിടെ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ മറ്റ് സബ്ജക്റ്റുകളും ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത ടൂളുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.